നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കനകക്കുന്നിൽ വസന്തോത്സവം നടക്കുകയാണ്. വളരെ അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പകൽ സമയത്താണ്. അതിനാൽ രാത്രിയിലുള്ള ലൈറ്റ് ഷോയുടെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. ശരിക്കും ലൈറ്റ് ഷോയും പുഷ്പോത്സവവും കൂടി ചേർന്ന ഒരു സംരംഭമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ വൈവിധ്യമാർന്ന ഇല്യൂമിനേഷനുകളും ഇൻസ്റ്റലേഷനുകളും ഒക്കെ വ്യത്യസ്തമായി കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ അലങ്കരിച്ചിട്ടുണ്ട്. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുഷ്പമേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35,000-ഓളം പൂച്ചെടികൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡാലിയ, പെറ്റൂണിയ, ജമന്തി, റോസ്, ഓർക്കിഡ്, സീനിയ, ഡെയ്സി, ബോൺസായി വൃക്ഷങ്ങൾ തുടങ്ങിയ വളരെ വ്യത്യസ്തമായ ശേഖരം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവരും ഗാർഡനിങ്ങിൽ താല്പര്യമുള്ളവർക്കുമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ ആവേശം കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ കാഴ്ചകൾ മാത്രം കാണുന്നവർക്കും അതിനുള്ള സൗകര്യവും ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇതുകൂടാതെ ചെടികളുടെ വിൽപ്പനയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഫുഡ് കോർട്ടും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 11 വരെയാണ് പുഷ്പമേളയുടെ സമയം. ഇതുകൂടാതെ വിനോദ പരിപാടികൾ, മാജിക് ഷോ, ലൈവ് മ്യൂസിക്, സാംസ്കാരിക കലാപ്രകടനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കനകക്കുന്നിൽ ഒരുക്കുന്ന ഏതൊരു മേളയ്ക്കും തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ വലിയൊരു പിന്തുണ തന്നെയാണ് പൊതുവെ ലഭിക്കാറുള്ളത്. എല്ലാ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വീഡിയോയിലെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒരു ഓട്ട പ്രദർശനമാണ് ഇതിന് ചുറ്റും നടത്തിയത്. എന്തായാലും ചെടിയിൽ ഭ്രാന്തുള്ളവർക്ക് നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് കനകക്കുന്നിൽ ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകർഷണമായി തോന്നിയത് ഈ പൂക്കളുടെ അലങ്കാര ഡെക്കറേഷൻ. അത് ആ കൊട്ടാരത്തിനുള്ളിൽ പല വിധത്തിലും പല തരത്തിലുമുള്ള ഫ്ലവർ ഡെക്കറേഷൻസ്, അതിൻ്റെ ഒരു സ്റ്റാള് കൂടി ഇവിടെ കാണുവാൻ സാധിച്ചു. അതുപോലെ വിവിധ തരത്തിലുള്ള കാക്ടസ് ഇനത്തിലുള്ള കള്ളിമുൾ ചെടികളുടെ അപൂർവ ശേഖരം, ബോൺസായി ചെടികളുടെ വലിയൊരു ശേഖരം, അതുപോലെ സ്വകാര്യ നേഴ്സറികളുടെയൊക്കെ വിൽപ്പനശാലകൾ എന്നിവയൊക്കെ കാഴ്ചക്കാർക്കും അതുപോലെ സസ്യസ്നേഹികൾക്കുമൊക്കെ നല്ലൊരു വിരുന്ന് തന്നെയായിരിക്കും കനകക്കുന്നിൽ ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2026 ജനുവരി 4 വരെയാണ് ഈ പ്രദർശനം കനകക്കുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുഷ്പമേളയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. പുതിയ തലസ്ഥാന വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.